പങ്കെടുക്കുന്നതിനിടെ നടത്തിയ വിവാദ പരാമർശത്തിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ രൺബീർ അല്ലാബാദിയ. പക്ഷേ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ക്രൈമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ 4.5 ദശലക്ഷത്തിലേറെ ഫോളോവേഴ്സ്. പുള്ളി പലപ്പോഴും ഇതേ മിസ്റ്റേക്ക് തന്നെ കാണിക്കും, പിന്നീട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ചാനൽ തന്നെ എടുത്ത് മാറ്റണം എന്ന രീതിയിൽ തന്നെയാണ് ശക്തമായ ഒരു പ്രതിഷേധം. And he has presented Hinduism in a way that he feels is sellable. So he puts out a lot of stuff on tantrics and aghoris and all kinds of things. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രൺബീർ, നിങ്ങൾക്കറിയായിരിക്കും, 2 ദിവസമായിട്ട് പുള്ളിയാണല്ലോ ഇന്ത്യ ഒട്ടാകെ. ഡൽഹിയിലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് മീഡിയാസ് ഒന്ന് എന്താണ് അടുത്ത ടോപ്പിക്ക് നോക്കി നിൽക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ രൺബീർ കയ്യിൽ വന്ന് ചാടിയത്. അദ്ദേഹത്തിൻ്റെ ഷോർട്സൊക്കെ ആദ്യമൊക്കെ നല്ല രീതിയിൽ കയറി വന്നതാണ്. ഇച്ചിരി BJP സപ്പോർട്ടൊക്കെ ഉള്ളൊരു ചാനലാണ്. കുറച്ച് ദിവസമായിട്ട് പുള്ളി എയറിലാണുള്ള കാരണമുണ്ട്. നമുക്ക് ആദ്യം എന്താ മാറ്റർ എന്നുള്ളതൊന്ന് കേട്ട് നോക്കാം. പങ്കെടുക്കുന്നതിനിടെ നടത്തിയ വിവാദ പരാമർശത്തിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ രൺബീർ അല്ലാബാദിയ. പോഡ്കാസ്റ്ററും യൂട്യൂബറുമായ രൺബീർ ഇന്ത്യാസ് ഗോട്ട് ടാലന്റ് എന്ന പരിപാടിയിലാണ് മത്സരാർത്ഥിയോട് മോശം പരാമർശം നടത്തി വിവാദത്തിൽപ്പെട്ടത്. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മാതാപിതാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണണോ, അതോ ഒരിക്കൽ അതിൽ പങ്കുചേർന്ന് അത് എന്നേക്കുമായി നിർത്തണോ? ഇതായിരുന്നു മത്സരാർത്ഥിയോട് നടത്തിയ വിവാദ പരാമർശം. ബീർ ബൈസെപ്സ് എന്നറിയപ്പെടുന്ന അല്ലാബാദിയക്കെതിരെ രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പരിധി കടക്കുന്ന പരാമർശങ്ങളിൽ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനിടെ 2 അഭിഭാഷകരും ഒപ്പം രാഹുൽ ഈശ്വറും രൺബീറിനെതിരെ പോലീസിൽ പരാതി നൽകി. FIR ഇട്ട് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് രൺബീറിന്റെ പരാമർശങ്ങളെന്നാണ് പരാതി. ബീർ ബൈസെപ്സ് എന്ന രൺബീർ അല്ലാബാദിയ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ യൂട്യൂബർമാരിൽ ഒരാളാണ്. ശ്രീ ധൂവ്രാത്തിയെ പോലെ ഇവരെല്ലാം നമ്മുടെ യങ്സ്റ്റേഴ്സ് ക്രിയേറ്റീവ് എക്കോണമി, ഓറഞ്ച് എക്കോണമിയെ സമ്പുഷ്ടമാക്കുന്നതാണ്. പക്ഷേ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ക്രൈമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മാതാപിതാക്കളെയും പേരൻസിനെയും ലൈംഗികതയും എല്ലാം കൂട്ടിച്ചേർത്ത് വെളിയിൽ പറയാൻ പോലും കൊള്ളാത്ത ആ കമന്റ് ഒരു കാരണവശാലും മാപ്പർഹിക്കുന്നതല്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ മുംബൈ പോലീസിന് അതിന്റെ പരാതി അയച്ചിട്ടുണ്ട്. മുംബൈ പോലീസിന്റെ ജോയിന്റ് കമ്മീഷണറുമായിട്ട് സംവദിക്കുകയും അദ്ദേഹം അത് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് മുംബൈക്കും രൺബീർ അല്ലാബാദിയ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് ഓഫീസിലേക്കും പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. BNS 296 IT ആക്ട് സെക്ഷൻ 67 അടക്കമുള്ള വകുപ്പുകൾ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് രൺബീറിനെതിരെ പരാതി നൽകിയത്. കാരണം അത്തരത്തിലുള്ള അസഭ്യവും ആഭാസവും നമ്മുടെ വൾഗാരിറ്റി, നമ്മുടെ ഡിജിറ്റൽ മീഡിയയും യൂട്യൂബിനെയും മലീമസമാക്കരുത്, നമ്മുടെ യങ്സ്റ്റേഴ്സിനെ പോയിസൺ ചെയ്യരുത്. 2 കുട്ടികളുടെ അച്ഛനെന്ന നിലയ്ക്ക് കൂടിയാണ് നമ്മുടെ യുവാക്കൾ, യുവതികൾ ഇത് കണ്ടാണ് വളരുന്നത്. ഒരു കാരണവശാലും ഇത്തരം കമന്റുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നുള്ള ശക്തമായ ബോധ്യം കാരണമാണ് പരാതി നൽകിയത്. അതേസമയം പരാമർശം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ രൺബീർ ക്ഷമാപണം നടത്തി തടി തപ്പാനുള്ള ശ്രമത്തിലാണ്. പരാമർശം അനുചിതമായി പോയെന്നും ക്ഷമിക്കണമെന്നും ആവശ്യപ്പെട്ട് സമൂഹമാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് രൺബീർ. ഉത്തരവാദിത്തത്തോടെ മാത്രമേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കൂ എന്നും രൺബീർ ഫോളോവേഴ്സിനോടായി പറയുന്നുണ്ട്. ആരാണ് ഈ രൺബീർ അല്ലാബാദിയ? 2024 കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ക്രിയേറ്റർ പുരസ്കാരം നേടിയ ഡിജിറ്റൽ താരമാണ് അല്ലാബാദിയ. 1993 മുംബൈയിലായിരുന്നു ജനനം. എഞ്ചിനീയറിംഗ് പഠനശേഷം 2015 ബീർ ബൈസെപ്സ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. വ്യായാമം, ഫിറ്റ്നസ് മന്ത്ര എന്നിവയ്ക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ഉള്ളടക്കം. പിന്നീട് ഫാഷൻ, വ്യക്തിവികാസം, മാനസികാരോഗ്യം തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. യൂട്യൂബ് ചാനലിന് പുറമെ ദി രൺബീർ ഷോ എന്ന പോഡ്കാസ്റ്റ് പരമ്പരയും അല്ലാബാദിയ നടത്തുന്നു. പ്രിയങ്ക ചോപ്ര, ഡോക്ടർ S ജയശങ്കർ, കുനാൽ ഷാ, ഗ്ലെൻ മഗ്രാത്ത്, കരീന കപൂർ തുടങ്ങിയ നിരവധി പേരാണ് അതിഥികളായി എത്തിയത്. അതിവേഗത്തിലാണ് സോഷ്യൽ മീഡിയയിൽ രൺബീർ അല്ലാബാദിയ താരമായി വളർന്നത്. 1 കോടിയിലേറെയാണ് രൺബീറിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്. ഇൻസ്റ്റഗ്രാമിൽ 4.5 ദശലക്ഷത്തിലേറെ ഫോളോവേഴ്സ്. നിലവിൽ $40,000 സോഷ്യൽ മീഡിയയിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രതിമാസ വരുമാനം. ഇതാദ്യമായല്ല അല്ലാബാദിയ വിവാദ പരാമർശങ്ങൾ നടത്തി പൊല്ലാപ്പുണ്ടാക്കുന്നത്. യൂട്യൂബ് വീഡിയോകളിലെ പല പരാമർശങ്ങളും അദ്ദേഹത്തിനെതിരെ പലവട്ടം തിരിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫലമായി പലതവണ അല്ലാബാദിയെ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിനുകളും സമൂഹ മാധ്യമങ്ങളിൽ നടന്നിട്ടുണ്ട്. വിവാദങ്ങളിൽ പെടുമ്പോഴെല്ലാം ആത്മാർത്ഥതയില്ലാത്ത ഖേദപ്രകടനം നടത്തി രക്ഷപ്പെടുന്നയാൾ എന്നൊരു ചീത്തപ്പേരും രൺബീറിനുണ്ട്. എന്തായാലും ഇത്തവണ ബീർ ബൈസെപ്സിന് നല്ലപോലെ ക്ഷീണം സംഭവിക്കുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ സംസാരം. വിവാദ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ പരിപാടിയുടെ നിർമ്മാതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നാണ് അല്ലാബാദിയ അറിയിക്കുന്നത്. തിരിച്ചടി നേരിട്ടു എന്ന ബോധ്യപ്പെട്ടത് കൊണ്ടാവണം
ഒരു മനുഷ്യനായി കരുതി പൊറുക്കണമെന്ന് രൺവീർ കേണപേക്ഷിക്കുന്നു. ഈ രൺവീറിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പലപ്പോഴും ഇതേ മിസ്റ്റേക്ക് തന്നെ കാണിക്കും, പിന്നീട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ചാനൽ തന്നെ എടുത്ത് മാറ്റണം എന്ന രീതിയിൽ തന്നെയാണ് ശക്തമായ ഒരു പ്രതിഷേധം. ഒരു വെസ്റ്റേൺ സ്റ്റൈലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം. അപ്പം ഈ സെക്സ് കണ്ടന്റുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്. ഇതൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഹിന്ദിയിലൂടെ ആകുമ്പം ഹിന്ദി എന്ന് നമുക്കറിയാം വളരെ പോപ്പുലർ ലാംഗ്വേജ്, ഇന്ത്യ ഒട്ടാകെയുള്ള ആളുകൾക്ക് അറിയാവുന്ന ലാംഗ്വേജാണ്. അപ്പം ആളുകൾക്ക് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ മലയാളത്തിൽ ഒരു പോഡ്കാസ്റ്റ് ചാനൽ ഉണ്ടായിരുന്നു, ഭയങ്കര വിമർശനം. മലയാളം ലാംഗ്വേജ് അത്ര ആളുകൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഓൾ ഇന്ത്യ ബേസിൽ വിമർശനങ്ങൾ വന്നില്ല. ഹിന്ദി പക്ഷേ അങ്ങനെയല്ല, നാഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് അത് വിമർശനങ്ങൾക്ക് ഒരുപാട് കാരണം. നമുക്ക് മലയാളം അത്ര സ്റ്റേറ്റിൽ മാത്രം തിങ്ങി നിൽക്കുന്നതുകൊണ്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളവിടെയുള്ള പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും എയറിലാണ്ട സമയം കഴിഞ്ഞ് മലയാളമായതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാരിൽ അറിയുള്ളൂ, അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷെ ഹിന്ദിയിലായിരുന്നെങ്കിൽ കളി മാറുമായിരുന്നു. ഇയാൾ വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റ്സ് ഇയാൾ പല വീഡിയോസിലുണ്ട്, എല്ലാം ഒന്നും ഇവിടെ ഇടുന്നില്ല. ഞാൻ അച്ഛനും അമ്മയും കിടക്കുമ്പോൾ അത് അമ്മാതിരി ചോദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാടൻ ഭാഷയെ പറയാൻ പോയാൽ കൂടിപ്പോവും. ഞാൻ ആ ഭാഷയോട് യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അപ്പം ഇവരുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു മുറിയിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇത് വീഡിയോ ഒക്കെ പുറത്തോട്ടിടുമ്പം വലിയ പ്രശ്നമാണ്. ആൾക്കാരെ വിളിച്ച് വെച്ച് റോസ്റ്റ് ചെയ്യുക. ഈ സെക്സൽ കണ്ടൻറ്റോടെ കൂടി അല്ല അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരുടെ സെക്സ് ലൈഫിലോട്ടൊക്കെ ഇത് ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ള റോസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പം അത് അത്ര നല്ലതല്ല. ഒരു പയ്യനോട് ലെങ്ത് എത്രയാണ് ഉപയോഗിക്കുന്നത്, പെൺകുട്ടിയോട് അച്ഛനും അമ്മയുടെ ഇടയിലോട്ട് അങ്ങനെയുള്ള ആ കാര്യങ്ങളിലോട്ടൊക്കെ പോകുമ്പം അതത്ര ദഹിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. എല്ലാവർക്കും ദഹിക്കുന്നവർ കാണും, ഇല്ലെന്ന് പറഞ്ഞില്ല, കാണും. പക്ഷെ എല്ലാവരും അത്രക്കാരല്ല. പുള്ളിയുടെ ഈ പ്രസൻറ്റേഷനകത്ത് എല്ലാവർക്കും ദഹിച്ചില്ല, അതുകൊണ്ടാണല്ലോ ഇപ്പം പണിയായിരിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പം വെസ്റ്റേൺ കൾച്ചർ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യുമ്പം അവർക്കത് കുഴപ്പമില്ല. അവർ ഈ സെക്സ്വൽ കണ്ടൻറ്റൊക്കെ മിക്സ് ചെയ്യേണ്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് പണ്ട് പോലെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടുമ്പം അതും പുള്ളി വന്നിരുന്ന BJP സപ്പോർട്ടിലൊക്കെയാണ് പുള്ളി നിലനിന്നത്. ഇപ്പം ആ ഭാഗത്തു നിന്നൊക്കെ പുള്ളിക്ക് നല്ല റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. ഇനി കോൺഗ്രസിൽ നിന്നോ ആരിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ, അതിൻ്റെ തലവനായിട്ട് രൺവീർ ഒക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പണി കൊടുത്തായിരുന്നു. ഒരു പെൺകുട്ടി ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ ആ കുട്ടിയുടെ പൊളിറ്റിക്സ് ചോദിക്കുന്നുണ്ട്. കുട്ടി പറയുന്നുണ്ട് എനിക്ക് പൊളിറ്റിക്സ് ഇല്ല, ഞാൻ വോട്ടും നോക്കാറില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം പുള്ളിയുടെ കൂടെ വരുന്നൊരു പഞ്ചാബി ഒരു ഡയലോഗ് പറഞ്ഞു. നമുക്കത് കണ്ടു. विलियम कहाँ से हैं आप? केरला yes. तो पॉल विलियम व्हाट्स योर पॉलिटिकल लीनिंग? Political leaning? I don't watch politics. You don't have any political opinion? No. Did you vote? Me? No. Kerala sir, 100% literacy sir. ഇത് ഇവർ റോസ്റ്റിംഗ് ആണ്, തമാശയായിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത്. പക്ഷേ അത് എല്ലാവർക്കും ഒന്നും ദഹിക്കുന്നില്ല. ഇവിടെ തമാശ, അതാണ് പ്രശ്നം വരുന്നത്. 1 or 2 days ആയിട്ട് മലയാളീസ് കയറി പൊങ്കാലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇവരുടെയൊക്കെ അക്കൗണ്ടിലോട്ട് കയറി നശിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്, ഇവരെ തെറി കൊണ്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇവരുടെ തമാശ ഇപ്പം രൺവീർ അത് കണ്ട് കൊട്ടപ്പടി അങ്ങ് ചിരിക്കുന്നുമുണ്ട്. ഇവർ ആവശ്യത്തിന് അനാവശ്യത്തിനും ചിരിക്കുക, ആവശ്യത്തിന് അനാവശ്യത്തിനും കോമഡി പറയുക. ഞാനല്ലേ ഇതൊക്കെ തമാശ പറയേണ്ട സമയത്ത് തമാശ പറയുക, വ്യക്തികളെ നോക്കി തമാശ പറയുക, ഈ അസ്ഥാനത്ത് കയറി തമാശ പറയാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയുടെയൊക്കെ നോർത്ത് സൈഡിലുള്ള സ്ഥല ആൾക്കാർ കൂളിശ്ശേരി അങ്ങനെ തമാശ പറയുന്ന നമുക്കത്ര ദഹിക്കില്ല. ചുമ്മാ നിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടെ ഒരു ബോഡി ഷേമിങ്ങും മറ്റൊക്കെ നമ്മുടെ ഫ്ലവേഴ്സ് സ്റ്റാൻഡിനകത്തൊക്കെ അങ്ങനെയുള്ള കോമഡികളൊക്കെ നമുക്കൊന്ന് ദഹിക്കും. പണ്ടൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നടൻ ദിലീപിൻ്റെ കോമഡികൾ അന്നല്ലായിരുന്നു. ഇന്നിപ്പം അദ്ദേഹം ചെയ്യുന്ന കോമഡികൾ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. കാരണം പബ്ലിക്കിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി അവരെ അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ നോർത്ത് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ ഇന്നും നമ്മളെ മദ്രാസി എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കത് ഭയങ്കര ഇൻസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നോർത്ത് സൈഡിൽ നിന്ന് അപ്പം സ്റ്റേറ്റൊന്നും നമ്മൾ നോക്കുന്നില്ല, നോർത്തിൽ നിന്ന് വരുന്ന എല്ലാ തൊഴിലിനും ഇവിടെ കേരളത്തിൽ വരുന്ന എല്ലാവരും നമ്മൾ ബംഗാളി നിന്ന്. അതപ്പം ഒരു രാജ്യമാണ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്റ്റേറ്റുകൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് എപ്പോഴും ഉണ്ട്. കേരളത്തിലുള്ളവർ കൈകൊണ്ട് കഴിക്കുന്നു എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇവർ പിന്നെ ചപ്പാത്തി കഴിക്കുന്ന പിന്നെ കാലുകൊണ്ടാണോ കഴിക്കുന്നത്? ഇവർ ചോറ് സ്പൂൺ കൊണ്ട് കഴിക്കുന്നു, ചപ്പാത്തി ഇവരുടെ കൈ കൊണ്ട് തന്നെയല്ല അവർ കീറിപ്പറിച്ച് 2 കൈ കൊണ്ടും കീറിപ്പറിച്ച് പൊറോട്ടയൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ കൈ കൊണ്ട് കഴിക്കുന്നതാണ് അവിടെ ഏറ്റവും വലിയ പ്രോബ്ലം. അവർ ചോദിക്കും എന്നാൽ കൈ കൊണ്ടാണോ നിങ്ങൾ ചോറ് കഴിക്കുന്നത് എന്ന് ചോദിക്കും. എന്നോട് എൻ്റെ ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ കൈ കൊണ്ടല്ലേ കഴിക്കുന്നത് ചപ്പാത്തി? ഒന്നും മിണ്ടില്ല. ഇത് ഇമാതിരിയുള്ള കോമൺ സെൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക്
സാക്ഷരതയുണ്ട്, 100% ലിറ്ററസി ഉള്ളതാണ് എന്ന് വെച്ചിട്ടുണ്ട്. ഇവർക്ക് അതിൻ്റെയും കടിയുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹിന്ദി അറിയത്തില്ല? നിങ്ങളുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ബാംഗ്ലൂരൊക്കെ ഹിന്ദി ഉണ്ട്, കേരളത്തിൽ തമിഴ്നാട്ടിൽ ഹിന്ദി ആർക്കും അറിയത്തില്ല. എന്നാൽ നമുക്ക് ഹിന്ദി അറിയാം അത്യാവശ്യം, അത്ര ഫ്ലുവൻ്റായിട്ട് അറിയണമെന്നില്ല നമുക്ക് പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ലോണം ഫ്ലുവൻ്റ് ആണ് ഈ റീസെൻറ്റ് 10 years ആയിട്ട്. കാരണം വെച്ചാൽ നമുക്ക് ഭായിമാരൊക്കെ വന്നപ്പോഴും നമുക്ക് അത്യാവശ്യം ഹിന്ദി കേൾക്കാനും പറയാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് ഭാഷയുടെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിലൊക്കെ എന്തുമാത്രം പ്രോബ്ലംസാണ് ഒരു കൺട്രിയിൽ തന്നെ. അതാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രൺവീർ പോലുള്ള ആൾക്കാർ അവരുടെ കോമഡിക്ക് വേണ്ടിയും അവർക്ക് പല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ, അവർക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തിടും. അതാണ് അവരുടെ രീതി. പക്ഷേ ആ രീതി ഇപ്പോൾ ആൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു സെക്സ്വൽ കണ്ടൻറ്റ് കണ്ടമാനം തള്ളിക്കുത്തി കയറ്റുന്നുണ്ട്. കാരണം യുവാക്കളാണ്, യുവാക്കൾക്കിടയിലോട്ട് ഇത് കൂടുതൽ സെക്സ്വൽ കണ്ടൻറ്റ് കൂട്ടിവിടുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ വഴി നടന്നു പോകുമ്പോൾ പിള്ളേരുടെ അവിടെ വന്നിട്ട് നിങ്ങൾ കോണ്ടം കണ്ടിട്ടുണ്ടോ, അതിന് നിങ്ങളുടെ സെക്സ്വൽ പൊസിഷൻ ഏതായിട്ടും ഇഷ്ടം, ഇങ്ങനെയൊക്കെയുള്ള ചോദിക്കുന്നത് ഞാൻ പലപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനലുകൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതെന്ത് നാട്ടിൽ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് എങ്ങോട്ടായിരുന്നു ഓട്ടക്കാലങ്ങളുടെ അവിടെ ഇട്ട് ഭയങ്കര ഓട്ടക്കുമ്പോഴൊക്കെ ഉണ്ടായി അവിടെ നിന്ന് മാറിപ്പോകും ഒക്കെ ഒത്തിരി ഇഷ്യൂ നിങ്ങൾക്കറിയാം. അങ്ങനെ നിങ്ങൾ ഉറക്കമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 1 year ബാക്കാണ് ഈ രൺവീറിൻ്റെ ഇഷ്യൂവിനെ കുറിച്ച് കുറച്ച് മീഡിയകൾ വന്ന് മൂന്ന് കണ്ടുപോകാം. Content creation, perverted, vulgar, dirty comments, dirty videos, dirty so-called humor which is not funny is all being promoted, and this has been going on for the last few years. Viewers, you would remember these people who call themselves content creators have earlier been caught in several cases of inappropriate behavior. There have been multiple cases when they have been terrible towards their fellow employees, where they made dirty comments. And I would like to begin by appealing to people who put money behind these kind of people, sponsor these kind of people, that you're doing a disservice to the country. You're doing a disservice to the youth. And all these advertisers and these sponsors who sponsor and support people like this, they will be responsible for all the harm that is done to our younger generations. So all these brands and organizations that sponsor and support people who do this trash, who promote perversion and filth in our society, are also responsible. They should be careful. Fact is, Ranveer Allahabadiya is guilty. He said perverted things. He dragged his parents into it. He made a comment fully aware that he thought this was something to talk about and share, laugh about. And I'm ashamed of those people who shared that dirty joke. There was a woman also present who was laughing along. If she did, it's terrible. Maybe she was uncomfortable. But these two people sitting next to him are clearly not uncomfortable. The lady seems surprised and shocked. She's smiling along. I don't know what comments she made, but if this is a dirty comment factory, then I want to ask everyone tonight, if you're a subscriber, unsubscribe. If you're a sponsor, so stop sponsoring. If you're a platform, stop being a platform to filth. Ranveer Allahabadiya is a serial offender. He's got away with it so far, but this is his moment. Second, he mentioned incest, he promoted incest. When he saw he was getting a response, he repeated it, which means it's a very well thought out thing. He knows and the others know this is practiced and rehearsed. Don't think it was said on the spur of the moment. It was practiced and rehearsed. He may have got paid for it. People like Ranveer Allahabadiya have even used religion as a cover to push their YouTube traffic. And he has presented Hinduism in a way that he feels is sellable. So he puts out a lot of stuff on tantrics and aghoris and all kinds of things. Whatever he thinks is fringe. He's a little bit like that Shane Smith fellow who started Vice and then lost it. And Vice went down the drain. He's also going down the drain. He capitalizes on Hinduism. And if any of you feel that, oh, this is a person who promotes Hinduism and then we need to support him, please don't get fooled. He doesn't. He commoditizes Hinduism and tries to sell it for his commercial interest in neat packets that are aimed at amplifying things like ghosts and tantrics and aghoris and quick content. And there are people who participate in that, they must not. In a way, today there's a lesson to be learned by the twin fall of Mamta Kulkarni and Ranveer Allahabadiya. Very similar people actually. ഇപ്പം അർണവ് പറഞ്ഞു വരുന്നത് ഈ ഷോയും ഈ പരിപാടി ഈ ചാനലും എല്ലാം നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് ബോയ്ക്കോട്ട് എന്നുള്ള രീതിയാണ് പറയുന്നത്. അത്രയ്ക്കും പ്രതിഷേധം എല്ലാവർക്കിടയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ചാനൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിത്വം, ഇങ്ങനെ ഒരാളെ നമ്മൾ എന്തിനു ഫോളോ ചെയ്യണം, ആ വ്യക്തിയെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സമൂഹം നശിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയിലോട്ടാണ് അവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. എന്താണെങ്കിലും യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പോഡ്കാസ്റ്റൊക്കെ ചെയ്യുന്നവർ, നിങ്ങൾ കുറച്ചൊക്കെ കണ്ടും കേട്ടും ആലോചിച്ചും കാര്യങ്ങൾ ചെയ്യുക. വെസ്റ്റേൺ കൾച്ചർ എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെസ്റ്റേൺ കൾച്ചർ എടുത്തിട്ട് മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ടടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പണിപാളും. കണ്ടും കേട്ടും ചെയ്യുക, ചുമ്മാ ബോധമില്ലാതെ അതും ഇതും കുറച്ച് സെക്സ്വൽ കണ്ടൻറ്റൊക്കെ അടിച്ച് കയറ്റി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് സെക്സ്വൽ കണ്ടൻറ്റൊക്കെ കയറ്റി ഇറക്കി ഇങ്ങനെ വരുമ്പം പണിപാളും, ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഇപ്പം ഇന്ത്യ ഒട്ടാകെ രൺവീറിനെതിരെ തിരിഞ്ഞു, പോലീസ് കേസാവുന്നു,
ചിലപ്പം ചാനൽ തന്നെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിരിക്കും. ചെളിവാരി സ്വന്തം ദേഹത്തും മുഖത്തായിരിക്കാൻ നോക്കുക. Breaking news coming in, a new FIR has been filed against YouTuber and podcaster Ranveer Alabadia. In the FIR, it is mentioned that Indian culture, the family system, has been degraded by the podcaster. Remember, he's already facing heat in the show where he made this crass comment on parents' joke. Now, another FIR has been filed in which it is stated that he degraded the family system and Indian culture. After which this FIR has been filed, and Ranveer Alabadia has already faced heat in the comment that was made on the India's Got Latent show, in which he was sitting alongside YouTuber Samay Raina, Ashish Chanchalani, Apurva and one other. Now the FIR states that he has hurt religious sentiments, and also Indian culture has been degraded by the YouTuber after his comments were made on the show, where another FIR has been filed. Remember, this will be the third FIR which names YouTuber Ranveer Alabadia, and it has been stated that Indian culture has been harmed by his comments that were made on the show. He also has hurt religious sentiments. The remarks that were made are insults to religious bonds, and hence an action should be taken against the YouTuber Ranveer Alabadia. Remember, he is yet to record his statement in the previous FIR that the Mumbai police is probing, in which he made a joke on parents, after which several of his co-panelists have been summoned by the police. He is also summoned to record his statement and cooperate in the probe that is underway in Mumbai, Maharashtra, after which this is the third FIR. The other FIR that has been filed against him is in Assam's Guwahati, where the probe is underway over the comments that were made on the show India's Got Latent. And now this third FIR seems to be suggesting that more trouble is seen to be mounting and boiling for this YouTuber who made this he made this comment on the show that was meant to be supposedly behind the paywalls on YouTube. But after the YouTuber Samay Raina uploaded it on his channel, and then several netizens started reacting to the comments that were made by YouTuber Ranveer Alabadia. Remember, he is facing heat in this case, as well as the new FIR that states that he has hurt religious sentiments after several of his comments have been made viral. Some of the comments I am quoting that have been made against the people of Arunachal Pradesh, as well as the people who were watching this show have filed this complaint. The complainant suggests that Samay Raina himself uploaded it to the channel and posted on YouTube social media platform. So an action should be taken against all the YouTubers. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.